ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് ഞാനൊരു 10 ഡേയ്സിൻ്റെ കുർത്തി ചാലഞ്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡെയിലി വിയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ 10 ഡിഫറൻറ്റ് സ്റ്റൈലിലുള്ള കുർത്തീസാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മീറ്റർ ക്രേപ്പ് ഫാബ്രിക് ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ ഇവിടെ ഞാൻ 2 ആക്കിയിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ഒരു സൈസ് വെച്ചിട്ട് എനിക്ക് 2.25 ഇഞ്ചാണ് നെക്കിൻ്റെ വൈഡ് വേണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ ഷോൾഡർ സ്ട്രാപ്പ് വരുന്നത് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി സീം എലവൻസിനായി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷോൾഡർ മെഷർമെൻറ്റ് നോക്കാറില്ല. നമ്മളിപ്പോൾ നോർമൽ സ്മോൾ സൈസ് മീഡിയം സൈസ് ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു രീതിയിൽ 2.25 ഇഞ്ച് നെക്ക് വൈഡ് വെച്ചിട്ട് 2 ഇഞ്ച് 2.5 ഇഞ്ച് ഷോൾഡർ സ്ട്രാപ്പ് വെച്ചിട്ട് നമുക്ക് നോർമലായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ലാർജ് എക്സ്ട്രാ ലാർജ് ഒക്കെ വരുന്നതാണെങ്കിൽ ഈ നെക്ക് വൈഡ് 1/4 ഇഞ്ച് വെച്ച് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വീഴുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ആ ഒരു ലൈനിലോട്ടാണ് നമ്മൾ ചെസ്റ്റ് മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ചെസ്റ്റ് റൗണ്ടിന്റെ 4/1 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 2 ഇഞ്ച് സീം എലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു കോർണറിന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് ചെസ്റ്റിന്റെ പോയിന്റിലേക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് വിട്ട് ബാക്ക് ആം ഹോളും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്ലിറ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റെത് ഇവിടെ 18 ഇഞ്ചാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് ഹിപ്പ് റൗണ്ടിന്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന്റെ സീം എലവൻസ് ആയിട്ട് 1 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹിപ്പ് മാർക്ക് ചെയ്തതും ചെസ്റ്റ് മെഷർമെന്റിന്റെയും നടുവിൽ വരുന്ന പോയിന്റിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിന്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 ഇഞ്ച് സീം എലവൻസും കൂടി മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ 3 പോയിന്റ് കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ബോട്ടം മെഷർമെന്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തതിൻ്റെ 1 ഇഞ്ച് എക്സ്ട്രാ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ബോട്ടം വീതി 9.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം എലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതൊരു സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫ്രണ്ട് പാർട്ടാണ് ചെയ്തത്. ഇനി നമുക്കിത് ബാക്ക് പാർട്ടും കൂടി കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി വീണ്ടും ഫാബ്രിക് 2 ആക്കി മടക്കി വെച്ച ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പാർട്ട് അതിൻ്റെ മേലെ വെച്ച് ആ സെയിം മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. 6 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. സ്ക്വയർ ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്തത്. ബാക്കിൽ റൗണ്ട് നെക്ക്. ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് കട്ടിങ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് തുണി 4 ആക്കി തന്നെ മടക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിലേക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് സീം എലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് സ്ലീവിൻ്റെ റൗണ്ടും കൂടി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ കിടത്തി വെച്ച ശേഷം നമുക്ക് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ അതേ മെഷർമെൻറ്റിൽ ഒരു സ്ക്വയർ പീസ് 1 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോർണറൊക്കെ ഒന്ന് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ആ ലൈനിലൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ഒരു പീസ് ഉള്ളിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മളത് മടക്കി എടുക്കേണ്ടത്. അതിനുശേഷം ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ക്യാൻവാസ് വെച്ചും ചെയ്യാൻ പറ്റും. ഇതിൽ ഞാനിപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടില്ല. സെയിം ഫാബ്രിക് വെച്ചിട്ട് തന്നെ ഫേസിങ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് ചെയ്യേണ്ടത്. ബാക്ക് നെക്ക് ഇവിടെ റൗണ്ട് ഷേപ്പാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്ത അതേപോലെ നല്ല വശങ്ങൾ വെച്ചിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ബാക്ക് നെക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് 2ൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മേലെ ഭാഗത്തൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഷോൾഡറിലും 2 സ്റ്റിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക്
തിരിച്ചിടാം. അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് സ്ലീവ് വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ഏറ്റവും താഴെ ഭാഗം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 2 ഫോൾഡാക്കി മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സ്ലീവ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ബോഡിയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ നല്ല വശം നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ടേബിളിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച സ്ലീവിൻ്റെ നല്ല വശം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെൻറ്റർ പോർഷനിൽ നീഡിൽ കുത്തി വെച്ച് 2 സൈഡിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് 2 സ്ലീവും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്ലീവ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബോഡി മെഷർമെൻ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്ലീവിൻ്റെ അറ്റം മുതൽ നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇതേപോലെ 2 ഭാഗത്തും ഷേപ്പ് ചെയ്ത ശേഷം നമുക്ക് സ്ലിറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 2 മടക്ക് നമ്മൾ മടക്കി കൊടുക്കണം. നമുക്ക് നല്ല ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഈ ലൈനിങ് വെക്കാണ്ടുള്ള ഒരു സൈഡ് സ്ലിറ്റ് ടോപ്പ്. ഒരു വീഡിയോ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അത് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നീഡിൽ നമുക്ക് ആ ഒരു കോർണറിൽ കുത്തി വെച്ച് നമ്മുടെ ഫൂട്ട് പൊന്തിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സൈഡും കൂടി ഇതേപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ ഒരു കോർണറിലും നമ്മൾ നീഡിൽ കുത്തി വെച്ചിട്ട് നമ്മൾ തിരിച്ചിടണം. അതിനുശേഷം ആ സ്റ്റിച്ച് നമുക്ക് താഴെ വരെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് 2 സൈഡിലെ സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ടോപ്പിൻ്റെ ഏറ്റവും താഴെ ഭാഗം. അപ്പോൾ നമുക്ക് ആ ഒരു താഴെ ഭാഗം കൂടി ഫ്രണ്ടിലും ബാക്കിലും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.